ഹായ് ഫ്രണ്ട്സ്, ഇതാണ് സമ്പാളൂർ പള്ളിയിലെ മ്യൂസിയം. വിശുദ്ധ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയായ വിശുദ്ധ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ പള്ളിയാണ് ഇത് നോക്കാം നമുക്ക്. സമ്പാളൂർ പള്ളിയുടെ ചരിത്രത്തിലേക്ക് അതിൻ്റെ പത്രത്തിൻ്റെ ഓരോരോ ഇത് വന്നാണ് കേട്ടോ. പത്രത്തിൽ വന്ന ഓരോരോ വാർത്തകളാണ്. അപ്പോൾ ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന എല്ലാം. ഇത് നമ്മുടെ സമ്പാളൂർ പള്ളിയുടെ ഭൂപടത്തിൽ ചേർക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അതായത് പത്രത്തിൽ വന്ന ഓരോ കട്ടിങ്ങാണ്, പത്ര കട്ടിങ്ങാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്പുവിൻ്റെ ഭരണകാലത്ത് എന്താ പറയുന്നത്, നമ്മുടെ സമ്പാളൂർ, അതായത് ഇവിടെ ടിപ്പുവിൻ്റെ പടയോട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുന്നത് കിടങ്ങുകളും അതും ഇതുമൊക്കെ എല്ലാം നമ്മുടെ ഈ പ്രദേശത്ത്, അതായത് കാടൂറ്റി പ്രദേശത്തുണ്ട്. അപ്പോൾ ഈ കാടൂറ്റിയിലാണ് നമ്മുടെ സമ്പാളൂർ പള്ളി ഇരിക്കുന്നത്. അപ്പം അവിടെ നമ്മുടെ പള്ളി കുഴിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പുതിയ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പള്ളി കുഴിച്ചപ്പോൾ കിട്ടിയ അവശിഷ്ടങ്ങളാണ് നമ്മുടെ ഈ പള്ളിയിൽ ഇപ്പം ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് വിശുദ്ധൻ്റെ നമ്മുടെ ജീവചരിത്രം എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ വിശുദ്ധൻ്റെ തിരുശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ഗോവയിലാണ് കേട്ടോ. ഗോവയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ ആ തിരുശരീരം ഇറക്കി മറ്റുള്ളവർ കാണാനായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇതേ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പഴയ പള്ളിയുടെ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, എന്താ പറയുന്നത്, ചിത്രം, ഛായാചിത്രങ്ങൾ. അതായത് പള്ളി എങ്ങനെയാണ്, പണ്ടത്തെ പള്ളി എങ്ങനെയായിരുന്നു എന്നും എല്ലാത്തിൻ്റെയും ഛായാചിത്രങ്ങളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നിങ്ങൾ എന്താണേലും ചാലക്കുടി വഴിയല്ല തൃശ്ശൂരോട്ട് ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ എന്താണേലും ഈ പള്ളിയിലൂടെ വന്ന് നിങ്ങൾ കണ്ടിട്ട് പോകണം കേട്ടോ. വിശുദ്ധന് ഒരുപാട് അത്ഭുത ശക്തിയുള്ള വിശുദ്ധനാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ളൊരു വിശുദ്ധനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിശുദ്ധൻ്റെ നൊവേനയൊക്കെ അറ്റൻഡ് ചെയ്താൽ ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ വിശുദ്ധൻ്റെ ഒരു വിശേഷപ്പെട്ട രൂപം ഇവിടെ ഇരിപ്പുണ്ട്. അത് പള്ളിയിൽ നമ്മുടെ നോമ്പിനും പെരുന്നാളെന്ന് പറയുമ്പോൾ ഈ നവംബർ മാസത്തിലാണ് പെരുന്നാളുള്ളത്. അപ്പോൾ ഈ നവംബർ മാസത്തെ പെരുന്നാളിന് ആ അത്ഭുത രൂപം താഴെ ഇറക്കുന്നുണ്ട്. കൂട് തുറക്കൽ ഉണ്ടാവും. അപ്പോൾ കൂട് തുറന്ന് ഒരു ദിവസത്തേക്ക് പുണ്യാളിൻ്റെ ആ അതായത് ആ അത്ഭുത രൂപം പുറത്തെടുത്ത് വെക്കും. അതിനുശേഷം ഇത് കാണിക്കുന്നതാണ്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് പണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ബസിലിക്കയിൽ ഉണ്ടായിരുന്നൊരു മുള കൊണ്ടുണ്ടാക്കിയൊരു രൂപമാണ് കേട്ടോ. എന്താ പറയുന്നത്, അൽത്താരയുടെ രൂപമാണ്. വിശുദ്ധ ജോൺ ബ്രിട്ടോസ് നിർമ്മിച്ച് കൊണ്ടുവന്നതാണ് ഇത് മുള കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ പുറമേക്കുന്ന ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ ദൂരേക്കുന്ന ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ, ഈ വ്യൂസ് നന്നായിട്ട്. അവിടുത്തെ ചുവരെഴുത്തുകളാണ്, ഇതെല്ലാം ചുവരെഴുത്തുകളാണ്. അതുപോലെ അവിടെ ആ പള്ളി നിർമ്മിക്കാനായിട്ട് കുഴിച്ചപ്പോൾ കിട്ടിയ പണ്ടത്തെ പള്ളിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനത് കറക്റ്റായിട്ട് നിങ്ങളത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അങ്ങനെ ഇത് പണ്ടത്തെ പള്ളിയുടെ അവശിഷ്ടങ്ങളാണെന്ന് തോന്നുന്നു. പള്ളിയിൽ ഉപയോഗിച്ചിരുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇത്. എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഇതെന്താ സംഭവമെന്ന്. ഇത് പള്ളിയുടെ പടവുകളോ അല്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഖനനം ചെയ്തപ്പോൾ കിട്ടിയതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത് വിശുദ്ധൻ്റെ ഒരു ഇതാണ്, എന്താ പറയുന്നത്, വചനമാണ് ആ എഴുതി വച്ചിരുന്നത്. ഇത് പാതിരി ബെൻസ്കി. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറും കേട്ടോ. ഇതാണ് വിശുദ്ധ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ. അപ്പോൾ വിശുദ്ധൻ്റെ അവിടെ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇത് പണ്ടത്തെ ആമാടപ്പെട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്തൊന്നും തൊടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ തൊട്ടൊന്നും നോക്കിയില്ല. ഇത് പള്ളിയുടെ അവിടെ എഴുത്തുകളൊക്കെയാണ്, അതിൻ്റെ നോട്ടറിയുടെ പേപ്പറൊക്കെയാണ് കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഇത് കിഴിക്കട്ട. ഇത് നമ്മുടെ പണ്ടകാലത്ത് നമ്മൾ അളവുകളൊക്കെ നോക്കത്തില്ലേ, കിഴിക്കട്ട എന്നൊക്കെ പറയുന്നത് അതാണ്. തൂക്കം നോക്കാൻ ഉപയോഗിക്കുന്ന ഇതായിരുന്നു അത്. നമ്മുടെ നാട്ടിലൊക്കെ കിഴിക്കട്ട എന്ന് പറയുമായിരുന്നു എന്ന് പറയുന്നു. പണ്ട് ഞാനിങ്ങനെ ഇത് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ഫോട്ടോസ്. എനിക്ക് ഇതിനോടൊക്കെ ആക്രി സാധനത്തോടൊക്കെ ഭയങ്കര കമ്പമാണ് കേട്ടോ. ആക്രിന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല, പുരാവസ്തുക്കളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എവിടെയൊക്കെ കണ്ടാലും ഞാനത് വായിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഇത് കണ്ടോ, ഒരു വള്ളത്തിൻ്റെ രൂപത്തിലാണ് കേട്ടോ. അവരതിൻ്റെ ഉള്ളിലാണ് അത് വെച്ചിരിക്കുന്നത്. ഇത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഓടുകളാണ് കേട്ടോ. സംഭവം സെറ്റപ്പാണ്. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് തലയായിരിക്കും അല്ലേ.
ദേ പണ്ടത്തെ ഇടിക്കുന്ന അമ്മിക്കോലും അമ്മക്കട്ടും എണ്ണയാട്ടുന്ന ചക്ക്, ഈജിപ്ഷ്യൻ ടൈല്, ദേ ഭരണികളാട്ടോ. എണ്ണയും വീഞ്ഞും ഒക്കെ എടുത്ത് വെച്ചിരുന്ന ഭരണികളായിരിക്കും ഇതൊക്കെ. ഇന്നും നമ്മുടെ ഇതുപോലുള്ളതൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ പുരാതന കാലത്തുണ്ടാക്കിയത്. ഇത് പാതിരിമാർ, അതായത് മീൻസ് പള്ളിയിലച്ചന്മാർ ഉപയോഗിച്ചിരുന്ന ഗൗൺസാണ് ഇതെല്ലാം ഈ കാണുന്നതൊക്കെ കേട്ടോ. അവരുടെ ഷോളും ഒക്കെ ഉണ്ട്. പള്ളിയുടെ അകത്ത് ഉപയോഗിച്ചിരുന്ന, അതായത് പണ്ടത്തെ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്. അതേ നമ്മുടെ തിരുവോസ്തിയില്ലേ, ഓസ്തി നമ്മളെ കുർബാനയ്ക്ക് സ്വീകരിക്കുന്ന ആ ഓസ്തി ഉണ്ടാക്കുന്ന അച്ചായിരുന്നു അതെന്നാണ് പറയുന്നത്. പിന്നെന്താ ഇത് പണ്ടത്തെ ബൈബിളാണ് കേട്ടോ. ബൈബിളുകളുടെ ഇതാണ് കാണിച്ചിരിക്കുന്നതെല്ലാം. പിന്നെ ഇതെന്താ ചെയ്യാന്ന്, ഇത് അൾത്താരയിൽ അരുളിക്ക. ഇന്നും നമ്മുടെ അരളിക്കൊക്കെ ഉണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന അരളിക്കയാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് വർഷങ്ങൾക്ക് മുമ്പ്. ഇതെല്ലാം കാണിക്കുന്ന സാധനങ്ങളെല്ലാം ഖനനം ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഈ പള്ളി പഴയ പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളി പുതുക്കി പണിയാനായിട്ട് മറ്റേ ആ പള്ളി ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അപ്പം പള്ളി ഇച്ചിരി കൂടി വലുതാക്കി പണിയാനായിട്ട് കുഴിച്ചപ്പോഴാണ് ഈ സംഭവമൊക്കെ കാണുന്നത്. ഇത് ടിപ്പുവിൻ്റെ യുദ്ധകാലത്ത് ഉണ്ടായ സംഭവമൊക്കെയാണ് കാണാം. ഇതെന്തോന്നറിയോ, നമ്മുടെ പീരങ്കിയുടെ ബോംബാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഖനനം ചെയ്തപ്പോൾ എടുത്ത പീരങ്കി ഉണ്ടകൾ, അതായത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ടിപ്പു ഉപയോഗിച്ചിരുന്ന പീരങ്കി ഉണ്ടകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. പിന്നെ ഈ സംഭവം നോക്കിയേ, പണ്ടത്തെ ഉപയോഗിച്ചിരുന്ന വെന്തിങ്ങായും കൊന്തയും കുരിശിൻ്റെയൊക്കെ പാർട്സൊക്കെ അവർക്ക് കിട്ടിയതൊക്കെ അവർ ശേഖരിച്ച് വെച്ചിരിക്കുക. ഇതുപോലെ തന്നെ പിന്നെ ഉടഞ്ഞു പോയ കലങ്ങളും ചട്ടികളും ഒക്കെയാണ്. പിന്നെ ഇതൊക്കെ പള്ളിയുടെ അകത്ത് ഉപയോഗിക്കുന്ന വിളക്കുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പണ്ടത്തെ കുരിശ്, ആ സാധനമൊക്കെ കണ്ടോ, മറ്റേ കുന്തിരിക്കയൊക്കെ പോയിക്കുന്നത്. ഇത് യേശുവിൻ്റെ രൂപം, മണി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. എന്താണെങ്കിലും നിങ്ങൾ ഇതിനെ വഴി പോവുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്ന് കണ്ട് പുണ്യാളനെയും കണ്ട് പ്രാർത്ഥിച്ച് മെഴുകുതിരിയുടെ അവസാനം കണ്ട് പ്രാർത്ഥിച്ച് ഈ സാധനമൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുക. നമുക്ക് വല്ലപ്പോഴൊക്കെ വീണ് കിട്ടുന്നൊരു ചാൻസസ് അല്ലേ ഇതൊക്കെ. അപ്പം ഞാനിങ്ങനെ വന്ന ഓരോരോ ഇത് കിരീടമാണ് കേട്ടോ. പുണ്യാളൻ്റെ അവിടെ ഉപയോഗിച്ചിരുന്ന കിരീടങ്ങളാണ്. ഇതിപ്പോൾ ഇതുപോലത്തെ സെയിം കിരീടമാണ് പുണ്യാളനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കഴുകനും ആനയും ഒക്കെ ഈ ഓടിൽ തീർത്താണ്. നമ്മുടെ മണിച്ചിത്തത്താഴിലെ പൂട്ടൊക്കെ കാണിക്കില്ലേ, അയ്യോ അതല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇത് മണിച്ചിത്തത്താഴിലെ പൂട്ടൊന്നും അല്ല, ജസ്റ്റ് പൂട്ടുകൾ. പിന്നെ ഇതാണ് ഒരു അടിപൊളി സെഷൻ. ഇത് നമ്മുടെ ബൈബിളാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബൈബിളാണ്. അത് പണ്ടത്തെ കാലത്ത് ഓരോരോ ജോൺ ബിസ്കി, ഇവിടെ ഒരുപാട് നല്ല ആൾക്കാരൊക്കെ ഇവിടെ അച്ഛന്മാരായിട്ടുണ്ടായിരുന്നത്. ഈ പുള്ളിക്കാരൻ ഇവിടെ കയ്യെഴുത്താണ് കേട്ടോ, സൂപ്പറാണ്. ഫാദർ ജോൺ ബെസ്കി, പുള്ളിക്കാരൻ്റെ എഴുത്താണ് കാണിച്ചിരിക്കുന്നത്. ദ്വിഭാഷാ ബൈബിളുകൾ കണ്ടോ. ഇതിവിടെ ഉപയോഗിച്ചിരുന്ന ലുത്യാന, അതായത് പാട്ടുകളില്ലേ, പാട്ടുകളുടെ താളം നൽകിയിരുന്ന ലാറ്റിൻ്റെ ഇതാണ്. ഇത് താളിയോല ഗ്രന്ഥം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, സംഭവം നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിത് കണ്ടില്ലേ, ഞാനിവിടെ വന്നതിന് ശേഷം ഇത് കാണുന്നത്. അപ്പോൾ താളിയോല ഗ്രന്ഥമാണിത്. കണ്ടിട്ടില്ലാത്തൊരു കണ്ടോളൂ. ഇത് ശരിക്കും നമ്മുടെ സാധാരണ ഓല തന്നെയാണ്, പക്ഷേ ഇവരിത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇത് ഈ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ പണ്ടത്തെ കാലത്ത് ചാലക്കുടിയുടെ ഇതും അവരുടെ ഫുഡുകൾ, ഭക്ഷണങ്ങൾ അവർ കഴിച്ചുകൊണ്ട് ഭക്ഷണത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഭക്ഷണമായിട്ടൊന്നുമല്ല, അപ്പം അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് പോലും എനിക്കൊന്നും മനസ്സിലായില്ല, സത്യം പറയാമല്ലോ. കാണാൻ ഒരു രസമല്ലേ. പിന്നെ അവരുപയോഗിച്ചിരുന്ന ഈ എണ്ണക്കുപ്പിയൊക്കെ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ എങ്കിലും. ഇത് ഇവിടുത്തെയാണ്. ഇത് ആംഗ്ലോ ഇന്ത്യൻസ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് കേട്ടോ അന്നത്തെ കാലത്ത്. അതായത് ഒരു 160 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമൊക്കെയാണ് കേട്ടോ. 160 അല്ല, 200 വർഷമൊക്കെ ഉണ്ടാവും പഴക്കം. അപ്പോൾ ഇത് ആംഗ്ലോ ഇന്ത്യൻസ് അവരുടെ കല്യാണത്തിന് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സസ് അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത്. ഇത് എല്ലാം പള്ളി കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയതാണെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം, അവരുടെയൊക്കെ ഡെമ്മിയിലൊക്കെ അവരുടെ
കല്യാണത്തിനുള്ള അവരുടെ ഡ്രസ്സൊക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ആണ് കേട്ടോ ഇത്. ഈ പള്ളി ശരിക്കും ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ പള്ളിയാണ്, സമ്പാളൂർ പള്ളി. നമുക്ക് കാണാം ഇത് നന്നായിട്ടേ. ഇതൊരു നമ്മുടെ കോളാമ്പി പാട്ടുപെട്ടി കോളാമ്പി പാട്ടുപെട്ടി സാധനം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പതുക്കെ. ഇവിടെ സൂപ്പർ ഒരു വിളക്ക് കേട്ടോ, എനിക്കിഷ്ടമായി. വിളക്ക് ഒരു കൊക്ക് ഒരു മണിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പം ഈ വിളക്കിലിട്ട് ഇത് റാന്തൽ, ഇതൊക്കെ റാന്തലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തെ പണ്ടത്തെ കാലത്തെ ഡ്രസ്സാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, വിളക്ക് എനിക്കിഷ്ടപ്പെട്ടു. നല്ല വിളക്കല്ലേ, നല്ല സ്റ്റൈലായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക കേട്ടോ, പക്ഷെ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളൊന്നും കാണാൻ പറ്റത്തില്ല. എങ്ങനെ ഇത് സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്നൊന്നും അറിയണമല്ലോ. അതൊന്നും പറ്റത്തില്ല, തൊടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടേച്ച് സാരമില്ല, പോട്ടെ. അങ്ങനെ ഇതാണ് പണ്ടത്തെ കാലത്തെ കലവാണ് ഇത് കേട്ടോ. നോക്കി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, കുഴപ്പമില്ല. ഇതൊന്നും പെയിൻ്റ് അടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അല്ലായിരുന്നെങ്കിൽ നമുക്ക്. ഇതൊരു മാൻ്റെ കൊമ്പ്, വാവ് സൂപ്പർ. ആ മാൻ്റെ കൊമ്പ് തലയൊക്കെ. ഇത് സോഡാ മേക്കർ, പണ്ടത്തെ സോഡാ മേക്കറൊക്കെയാണ്. ഇത് വിശുദ്ധ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ കയ്യൊപ്പാണ് കേട്ടോ. പുണ്യാളൻ്റെ കയ്യൊപ്പാണ് ഈ കാണുന്നത്. പുണ്യാളൻ്റെ ലെറ്റേഴ്സ്, കയ്യൊപ്പ് കണ്ടോ, പുണ്യാളൻ വന്നതിൻ്റെ കയ്യൊപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കാണാൻ പറ്റിയ ഒരു ഭാഗ്യം തന്നെയാണ്. എൻ്റെ പുണ്യാള, ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ നാടിനെയും കൊറോണ എന്നൊക്കെ കാത്തോണേ എൻ്റെ പുണ്യാള. അതിവിടെ കുറച്ച് എല്ലുമുട്ടി കാണിച്ചിട്ടുണ്ട്, നോക്കാം. അതെന്താ അവിടെ ടൈലാണ്, ഓട് കഷ്ണങ്ങളാണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് മാറിയിട്ട് ഞാനപ്പോൾ അങ്ങോട്ട് വന്നിട്ട് നോക്കിയതാണ്. ഇതെല്ലാം കുറച്ച് പൊട്ടിയ ഓടാണ്, പണ്ട് ഉപയോഗിച്ചിരുന്ന ഓടാണ്. ഇതേ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പള്ളിമണികളും തളികകളും ഒക്കെയാണ്. പിലാസ, ഓക്കെ, തളികയല്ല പിലാസയാണ്. ഇത് കാസ, എനിക്കറിയത്തില്ലായിരുന്നു അതിന് പിലാസ എന്നാണ് പറയുന്നത്. ഞാൻ തളികയെന്ന് ഉദ്ദേശിച്ചത് ഒരു പാത്രം, അങ്ങനെ ഉദ്ദേശിച്ചതാണ്. എല്ലാ ഉദ്ദേശങ്ങളല്ലേ. യേശുവിൻ്റെ രൂപമാണ്. ഇവിടെ നേർച്ചത്തൊട്ടിലുണ്ടായിരുന്നു പണ്ട്, ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം നേർച്ചത്തൊട്ടിലൊന്നും ഇല്ല, പക്ഷേ ഇവിടെ നേർച്ചയുണ്ട്. ഇപ്പോൾ പൊങ്കാല നേർച്ചയൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നീന്ത് നേർച്ചയുണ്ട്, അങ്ങനെ എല്ലാ നേർച്ചകളൊക്കെ ഉണ്ട്. എന്താ, പണ്ട് പള്ളിയുടെ കുർബാന പിരിച്ചുവിടാൻ ഉപയോഗിച്ചിരുന്ന വടിയാണ് കേട്ടോ. ഇതൊരു പിയാനോ ആണ്, പണ്ടത്തെ പിയാനോ. ആംഗ്ലോൻസിൻ്റെ കല്യാണത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നതായിരിക്കും, പള്ളി കുഴിച്ചപ്പോൾ കിട്ടിയതായിരിക്കും അവർക്ക് കേട്ടോ അത്. അന്നത്തെ നമ്മുടെ പള്ളിയിലെ ഗാനങ്ങളൊക്കെ പാടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതായിരിക്കും. അത് തന്നെ, സൂപ്പർ. പള്ളിയിൽ ഗീതങ്ങളൊക്കെ ആലപിക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ. ഇതെന്തൊക്കെയാണാവോ, ഇടിക്കുന്ന കട്ട, വേദുകട്ട, ഓക്കെ. പണ്ടത്തെ മരവുരലൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നാഴി, പറ, അതൊക്കെയാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വിശുദ്ധൻ്റെ പള്ളിയിൽ വളരണം, വളരെ പ്രത്യേകതയുള്ളൊരു പള്ളിയാണിത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.